ഹായ് വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാർ ഇന്ന് വന്നിട്ടുള്ളത് 9ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ടുവാർഡ്സ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, അല്ലെങ്കിൽ നല്ല നാളേക്കായി എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് എക്സാമിന് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളുമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. മക്കൾ നിർബന്ധമായും ഈ വീഡിയോ മുഴുവനായിട്ട് എന്ത് ചെയ്യണം, കാണണം. നിങ്ങൾ റെഡി ആണല്ലോ? നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ സൊസൈറ്റി ടുഡേ? അതായത് ഇന്ന് ഈ പറയുന്ന നമ്മുടെ സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളാണ്. സാമൂഹിക പ്രശ്നങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോഷ്യൽ പ്രോബ്ലംസ് ആണ്, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിന്റെ ആൻസേഴ്സ്? മക്കൾ എല്ലാവരും നോക്കിക്കോളൂ. ഫസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോവേർട്ടിയാണ്. പോവേർട്ടി എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്കറിയാം ദാരിദ്ര്യമാണ്. രണ്ടാമത്തത് അൺഎംപ്ലോയ്മെന്റ് ആണ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയാണ്, മക്കൾക്കറിയാം അല്ലേ? അത് മൂന്നാമത്തത് ലാക്ക് ഓഫ് ഷെൽട്ടർ ആണ്, പാർപ്പിട പ്രശ്നമാണ് മക്കളെ. ഇത് മൂന്നാമത്തത്. നാലാമത്തത് നോക്ക്, ഇൻസെക്യൂരിറ്റി ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ ആണ്. നമുക്കറിയാം നമ്മുടെ വൃദ്ധജനങ്ങളുടെ അനാഥത്വമാണ് ഇത് നാലാമത്തത്. നെക്സ്റ്റ് വൺ ജുവനൈൽ ക്രൈംസ് ആണ്. ജുവനൈൽ ക്രൈംസ് എന്ന് പറഞ്ഞാൽ കൗമാര കുറ്റകൃത്യങ്ങളാണ്, അതുമാണ്. പിന്നെ നെക്സ്റ്റ് നോക്ക്, ക്രൈംസ് അഗെയിൻസ്റ്റ് വിമൻ ആണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളാണ് അത്. പിന്നീട് നോക്ക്, സൈബർ ക്രൈംസ് ആണ്. സൈബർ കുറ്റകൃത്യങ്ങളാണ്. ലാസ്റ്റ് വൺ എന്താണ്? ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ. ഈ പറയുന്ന കുട്ടികൾക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങളാണ്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കുക. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, റെഡി അല്ലേ? ഇനി മക്കൾ നോക്കൂ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലാണ്. അതിനു മുൻപ് മക്കൾ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞതിന്റെ മലയാളം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം മക്കളെ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിക്കോളൂ. In which day we celebrate the International Day of Older People? നിങ്ങൾ ശ്രദ്ധിക്കണം, ചോദ്യം ഇതാണ്: എന്നാണ് ലോക വൃദ്ധ ദിനമായി നാം ആചരിക്കുന്നത്? വൃദ്ധ ദിനമാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒക്ടോബർ 1 ആണ്. ഒക്ടോബർ 1 ആണ്. ഒക്ടോബർ 1 നമ്മൾ വൃദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. ഒക്ടോബർ 1 മകളെ. ഒറ്റ കാര്യം ഓർത്തിച്ചാൽ മതി. നമുക്കറിയാം നമ്മുടെ വൃദ്ധര് ഇതുപോലെ ഒറ്റപ്പെടല് കുറെ അനുഭവിക്കുന്നുണ്ട്. വൃദ്ധജനങ്ങളൊക്കെ ഒറ്റപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർത്താൽ മതി, ഒക്ടോബർ 1 എന്ന് പറഞ്ഞാൽ വൃദ്ധരൊക്കെ എന്താണ്, ഒറ്റപ്പെടുക എന്ന് ഓർത്താൽ മതി. ഒറ്റപ്പെടലാണല്ലോ അല്ലെ? ഒറ്റപ്പെടലാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ നോക്ക്, ഒറ്റ അല്ലെങ്കിൽ ഒക്ടോബർ എന്നവിടെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഏത് മാസത്തിലും നല്ല ഒരു കാര്യം തുടങ്ങുന്നപ്പോൾ ഫസ്റ്റ് 1 അപ്പൊ ഒക്ടോബർ 1 എന്ന് നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെ അതൊരു കോഡിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, സാറ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ചോളൂ. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വിമൻ ഇൻ ദ സൊസൈറ്റി? അതായത് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. മക്കളെ കൃത്യമായി പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അത് എന്തായാലും ചോദിക്കും, എക്സാമിനൊക്കെ നിർബന്ധമായി ചോദിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ടത് എന്ന് നോക്കാം. ഒന്ന് നോക്കിക്കോളൂ. ക്രൈംസ് അഗെയിൻസ്റ്റ് വിമൻ അല്ലേ? പ്രധാനമായി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളുണ്ട്. അതാണ് ഒന്ന്. നെക്സ്റ്റ് നോക്കൂ, ക്രൈം സച്ച് ആസ് ഡെനിയൽ ഓഫ് ദി റൈറ്റ് ടു എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കലാണ് ഇത് രണ്ടാമത്തത്. നെക്സ്റ്റ് വൺ നോക്ക്, ലോ വേജസ് ഫോർ ദ സെയിം ജോബ് ആണ്. ഒരേ ജോലിക്ക് വ്യത്യസ്ത കൂലിയാണ് ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾക്കറിയാം സ്ത്രീകളൊക്കെ ജോലി ചെയ്യുന്ന കുറെ തൊഴിലിടങ്ങളുണ്ട്. അവിടെ പുരുഷന്മാർ ചെയ്യുന്ന അതേ ജോലി സ്ത്രീകൾ ചെയ്യും. പക്ഷെ പലപ്പോഴും സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ജോലി ചെയ്യുന്നതിനനുസരിച്ച് കൂലി കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതാണ്. കുറഞ്ഞ കൂലിയാണ് അവർക്ക് കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഒരു ഇതുപോലെ അവകാശം പലപ്പോഴും സ്ത്രീകളുടെ കേസിൽ നമ്മൾ കാണാറുണ്ട്, കൊടുക്കാറില്ല എന്നുള്ളതാണ് അല്ലേ? പക്ഷെ നമ്മൾ കേരളമൊക്കെ നോക്കുന്ന പറയുന്ന സമയത്ത് കേരളത്തിൽ എഡ്യൂക്കേഷനിലൊക്കെ നമ്മൾ സ്ത്രീകൾ മുൻപിലാണ്. പക്ഷെ മറ്റ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും നോക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നതൊക്കെ വളരെ കുറവാണ്. അതൊരു സോഷ്യൽ പ്രോബ്ലം ആണ്, ഓർത്തിരിക്കണം. നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കിയോളൂ. ഡെനൈൽ ഓപ്പർച്യൂണിറ്റി ഫോർ പ്രൂവിങ് ദെയർ എബിലിറ്റീസ്. പലപ്പോഴും നമ്മുടെ സൊസൈറ്റിക്കകത്ത് നിങ്ങൾ കാണാറുണ്ട്, കഴിവ് തെളിയിക്കാനുള്ള അവസരം നിഷേധിക്കലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കലാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പം മക്കൾക്ക് അറിയുന്നതാണ്, പ്രധാനമായിട്ടും ഒരുപാട് കഴിവുള്ള വീട്ടമ്മമാരായിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവർക്ക് ഒരുപാട് കഴിവുണ്ട്, പക്ഷെ അതിനുള്ളിലുള്ള വേദിയോ അല്ലെങ്കിൽ അവസരങ്ങളോ കിട്ടുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ഇനി അവസാനത്തെ നോക്കിക്കോളൂ. ഫ്രം പബ്ലിക് ആക്ടിവിറ്റീസ് ആണ്.
പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്തലാണ് അല്ലേ. അവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൊതുരംഗത്ത് നിന്ന് നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട്. മക്കളെ നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്, പലപ്പോഴും നമുക്ക് നമ്മുടെ സ്ത്രീകളിലൊക്കെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരെ നോക്കിയാൽ മതി, മെജോറിറ്റിയും പുരുഷന്മാരാണ് ഉള്ളത്. സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. എന്തായിരിക്കും അതിന്റെ കാരണം? കാരണം അവർക്കൊരു പബ്ലിക് ആക്ടിവിറ്റീസ് ഒന്നും അവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മക്കൾ ശ്രദ്ധിച്ചോളൂ, നമ്മൾ എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തെല്ലാം എന്നാണ്? സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ പറഞ്ഞു, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കൽ, അതാണ് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? ഒരേ ജോലിക്ക് വ്യത്യസ്ത കൂലി, അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ, കഴിവ് തെളിയിക്കാനുള്ള അവസരം നിഷേധിക്കൽ, 4, അത് പറഞ്ഞു. ലാസ്റ്റ് എന്താണ്? പൊതുരംഗത്ത് നിന്നും മാറ്റി നിർത്തൽ, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം ഇനി വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മക്കളെ നോക്കിക്കോളൂ, നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നാലാമത്തെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്, റൈറ്റ് ദ നെയിംസ് ഓഫ് any two institutions that help to avoid juvenile crimes. അതായത് മക്കളെ ശ്രദ്ധിക്കണം, കൗമാര കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കൾക്ക് കാണാം, ഈ ജുവനൈൽ ക്രൈംസ് അല്ലെങ്കിൽ കൗമാര കുറ്റകൃത്യങ്ങൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും 2 പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കൗമാര കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. 2 എണ്ണം നമുക്ക് അതിൽ മെയിനായിട്ടുണ്ട് മക്കളെ. എന്തൊക്കെയാണ്? ഒന്ന് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് ആണ്, രണ്ടാമത്തത് കൗൺസിലിംഗ് സെന്റർ ആണ്. ഒന്നാമത്തെ എന്താണ്? ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് ആണ്, രണ്ടാമത്തെ എന്താണ്? കൗൺസിലിംഗ് സെന്ററുകളാണ്. എന്താണ് നമുക്ക് നോക്കാം. ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് എന്താണെന്നുള്ളത് നോക്കാം. നോക്ക്, ദ ഫെസിലിറ്റി ടു ഹെൽപ്പ് ടു ഫൈൻഡ് ആൻഡ് അനലൈസ് ദ പ്രോബ്ലം ഓഫ് ചിൽഡ്രൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും വിശകലനം ചെയ്യാനുമുള്ള സംവിധാനമാണ് ഇത് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൽ എന്ത് ചെയ്യും? അവർ ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ കണ്ടെത്തും, അത് വിശകലനം ചെയ്യും, അങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ തന്നെ അവർ എന്ത് ചെയ്യാറുണ്ട്? നിഷേധിക്കാറുണ്ട് അല്ലേ. സോറി ആ പരിഹാരങ്ങളൊക്കെ അവർ നിർദ്ദേശിക്കാറുണ്ട് അല്ലേ. ഓക്കെ, ഇനി മക്കൾ നോക്ക്, എന്താണ് കൗൺസിലിംഗ് സെന്റർ? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിയോളൂ, കൗൺസിലിംഗ് സെന്റർ. ദിസ് സെന്റർ ഹെൽപ്പ് ടു പ്രൊവൈഡ് സൊല്യൂഷൻ ഫോർ ദ ബിഹേവിയർ പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ അല്ലേ. നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ളതാണ് ഇത് കൗൺസിലിംഗ് സെന്ററുകൾ. ഇപ്പം നമ്മളെ ഇടയിൽ തന്നെ ചില കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ നമ്മൾ കൗൺസിലിങ്ങിനാണ് കൊണ്ടുപോവുക. അങ്ങനെ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൗൺസിലിങ്ങിലൂടെ എന്ത് ചെയ്യും? അവർക്ക് എന്തെങ്കിലും തരത്തിലേക്കുള്ള പെരുമാറ്റം, അവരുടെ ഈ പറയുന്ന അവരുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? പരിഹാരം കണ്ടെത്തും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ ജുവനൈൽ ക്രൈംസ് അല്ലെങ്കിൽ കൗമാര കുറ്റകൃത്യങ്ങൾ നമ്മൾ തടയുന്നത്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. പലപ്പോഴും കുട്ടികൾക്കിടയിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു 2 പോയിന്റുകൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എക്സാമിന് എന്തായാലും ചോദിക്കും, ഒരു 2 മാർക്സോ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയില്ലാണ് മക്കളെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെല്ലാ ആൾക്കാരും ഈ ചാപ്റ്ററിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള 4 ക്വസ്റ്റ്യൻസും മസ്റ്റായിട്ടും പഠിക്കണം. എക്സാമിന് നമുക്ക് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ എല്ലാ ആൾക്കാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മക്കൾ എല്ലാവരും തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തണം. അപ്പം നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക. സോ എവരിവൺ, ഓൾ ദി ബെസ്റ്റ്, ബൈ.